ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത അവിടെ കല്ലറ പൊളിക്കാനുള്ള നടപടികൾ തൽക്കാലം നിർത്തിവെക്കുന്നു എന്നതാണ്. കൂടിയാലോചനയ്ക്ക് ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറി. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ഈ നടപടി. നേരത്തെ കുടുംബത്തിന്റെ പ്രതിഷേധം അടക്കം അവിടെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നേരത്തെ അവിടെ ശക്തമായിരുന്നു, നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്കത് പൊളിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി എന്നാണോ? ഉന്മേഷ്, എന്തായാലും ഒരു ക്രമസമാധാന പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു അയവ് വന്നിട്ടില്ല. ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും നേരത്തെ ഈ കുടുംബത്തിന്റെ അഭിഭാഷകനും കുടുംബാംഗങ്ങളും ചില പ്രാദേശിക ഹൈന്ദവ സംഘടനാ നേതാക്കളും നടത്തിയ പരാമർശത്തിനെതിരെ നാട്ടുകാരിൽ ചിലർ പ്രതിഷേധവുമായി ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. ആ പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇവിടുന്ന് കല്ലറ പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് ഇവിടുന്ന് മടങ്ങുന്നത്. അവർ പറയുന്നതനുസരിച്ച് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഈ ഉദ്യോഗസ്ഥർ, സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഒരു കൂടിയാലോചന നടത്തും. ഈ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ അടുത്ത നടപടി ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. പക്ഷേ അതുവരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവലുണ്ടാകും. എന്തായാലും ഇവിടെ വലിയ ക്രമസമാധാന പ്രശ്നം തന്നെ ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം പോലീസും നാട്ടുകാരുമായി നേരിയ ഉന്തും തള്ളുമുണ്ട്. അവിടെ നിന്ന് ആളുകളെ നീക്കുകയാണ് പോലീസ്. കല്ലറ തൽക്കാലം ഇന്ന് പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥ സംഘം എത്തുന്നു. അവർ അവിടെ നിന്ന് മടങ്ങുകയാണ്. അതിനിടയിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ മാറ്റുകയാണ് പോലീസ്. അപ്പോൾ അതിനെതിരെയാണ് ചെറിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നത്. പോലീസ് തങ്ങളെ പിടിച്ച് തള്ളേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. പോലീസ് അവിടെ തമ്പിടിച്ച് നിൽക്കുന്ന ആ നാട്ടുകാരെ, ചില ഹൈന്ദവ സംഘടനാ പ്രവർത്തകരെയൊക്കെ അവിടെ നിന്നിപ്പോൾ നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കല്ലറ പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥ സംഘം കൂടുതൽ കൂടിയാലോചനകൾ നടക്കും. ഉന്മേഷ്, ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ ഈ വഴിയിൽ, അതായത് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ കുടുംബാംഗങ്ങളിൽ ചിലർ, അതേപോലെ തന്നെ അവരുടെ അഭിഭാഷകർ, അതേപോലെ തന്നെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളായിട്ടുള്ള ചിലരൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ പച്ചവർഗീയത ഉണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലർ പരാതി നൽകുമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത്. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ മാറ്റുകയായിരുന്നു പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മാറ്റുമ്പോഴാണ് ചെറിയൊരു തർക്കമുണ്ടായത്. എന്തായാലും ഈ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അജീഷിലേക്ക് എത്താം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ചെറിയൊരു സംഘർഷാവസ്ഥയുണ്ട്. പോലീസ് അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ. അജീഷ്, കേൾക്കാമെങ്കിൽ തുടർന്നുകൊള്ളൂ. അജീഷ്. ഉന്മേഷ്, എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു വലിയ സംഘർഷ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നാട്ടുകാർ ചിലർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ വിഷയമുണ്ടായിപ്പോൾ കല്ലറ പൊളിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് ഇതിന്റെ കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ ഹൈന്ദവ സംഘടനയിലെ ചില പ്രതിനിധികളും അതേപോലെ തന്നെ ചില അഭിഭാഷകരും വലിയ രീതിയിലുള്ള വർഗീയ പരാമർശം നടത്തിയെന്നാണ്. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് അവരുടെ ചേട്ടാ, എന്താണ് നിങ്ങളുടെ ആവശ്യം? മറ്റൊന്നുമല്ല, കളക്ടർ, സബ് കളക്ടർ എല്ലാം ഓർഡർ കൊടുത്തിട്ട് ഇവിടെ വന്ന്, അവിടെ സബ് കളക്ടർ ഉണ്ടായിരുന്നു, മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു, മീഡിയാസ് ഉണ്ടായിരുന്നു.
ഉന്മേഷ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. അങ്ങനെയാണ് ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. അവരിപ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു, വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂവിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇവരുടെ നടപടികളെല്ലാം ഇന്ന് പൂർണ്ണമായിട്ടും നിർത്തിയത്. എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടുന്ന് മടങ്ങുകയാണ്. അവർ നേരെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോവുക. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കൂടിയാലോചന നടത്തും. കൂടിയാലോചനയ്ക്ക് നടത്തിയതിനു ശേഷം ഈ കുടുംബത്തിന് നിയമപരമായ ഒരു നോട്ടീസ് നൽകും. അവർ നേരത്തെ പറഞ്ഞതനുസരിച്ച്, സബ് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാം നിയമപരമായി തന്നെയാണ് എടുത്തത്. ഒരു മതവിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തങ്ങൾക്ക് പ്രത്യേക നടപടിയൊന്നും എടുക്കാൻ സാധിക്കില്ല. നിയമപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തിയത്. ജില്ലാ കളക്ടർ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ നടപടികൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉടലെടുത്തത് കൊണ്ട് തന്നെ അവർ തൽക്കാലത്തേക്ക് ഈ ഒരു കല്ലറ പൊളിക്കുന്ന നടപടി നിർത്തിവെക്കുകയാണ് ചെയ്തത്. എന്തായാലും അവർ ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ എത്തി കൂടിയാലോചന നടത്തും. തുടർന്ന് കുടുംബത്തിന് നോട്ടീസ് നൽകിയതിനു ശേഷം മറ്റൊരു ദിവസം, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസം അവർ തീരുമാനിച്ച് ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വീടിരിക്കുന്ന ഈ സ്ഥലത്തിന് മുന്നിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വളരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരിൽ ചിലർ അവർക്കെതിരെ മോശം പരാമർശം നടത്തിയ, വർഗീയ പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. പോലീസ് അവരെ പിന്തിരിപ്പിച്ച് അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ നാട്ടുകാരിൽ ഇത് പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ളവരുണ്ട്, പല മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. എന്തായാലും അവരിൽ ചിലരാണ് ഈ കേസിൽ നിർണായകമായ പരാതി നൽകിയത്. എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ എത്തി മിസ്സിംഗ് കേസിൽ അന്വേഷണം നടത്തിയത്. എന്തായാലും അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കല്ലറ പൊളിക്കുന്ന നടപടി തൽക്കാലത്തേക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം അവർ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ സംഘർഷാവസ്ഥ ഇവിടെ തുടരുക തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും ഇവിടെ ക്യാമ്പ് ചെയ്യും, തുടർന്നും ഇവിടെ ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. അജീഷ് ജയകുമാറാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കല്ലറ തൽക്കാലം പൊളിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് അവിടെ ഉദ്യോഗസ്ഥ സംഘം. അവർ അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി കൂടുതൽ കൂടിയാലോചനകൾ നടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അവിടെ ഉണ്ടായ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തുന്നത്. കാര്യത്തിൽ നടപടി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് എഴുതി നൽകൂ എന്ന ആവശ്യമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്.